ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫാസ്റ്റ് ഫേസ്. ഇന്ന് പുലർച്ചെ നടന്ന രണ്ട് മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോ സംസാരിക്കാൻ പോകുന്നത്. ഫ്രാൻസ് വേഴ്സസ് ഇറാഖും അതേപോലെ തന്നെ നോർവേ വേഴ്സസ് സെനഗലും. അപ്പോൾ എംബാപ്പയും ഹാലൻഡും ബ്രേസ് സ്കോർ ചെയ്തുകൊണ്ട് അവരവരുടെ ടീമിനെ ക്വാളിഫൈ ചെയ്യുന്നതാണ് നമ്മൾ ഈ മാച്ചുകളിൽ കണ്ടത്. അപ്പോൾ ആദ്യം ഫ്രാൻസിന്റെ കളിനെ പറ്റി പറയാം. ഫ്രാൻസ് അല്ലെങ്കിൽ തന്നെ അറ്റാക്ക് ചെയ്താണ് കളി തുടങ്ങുന്നത്. അപ്പോൾ ഇപ്പം ഒരു ഗോൾ വരും എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് കളിയിൽ ഉടനീളം കിട്ടുന്നുണ്ട്. ഇപ്പോൾ എംബാപ്പയും ഡെമ്പലയും ഒലീസയും ഒക്കെ ഫ്രാൻസിന്റെ റൈറ്റ് വിങ്ങിൽ സ്വിച്ച് ചെയ്ത് കളിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഫ്രാൻസിന്റെ ഫസ്റ്റ് ഗോൾ വരുന്നത് ഇങ്ങനെ തന്നെയാണ്. ഒലീസയും എംബാപ്പെ ഒരു കോമ്പിനേഷൻ പോയി നടത്തുന്നു. അത് കഴിഞ്ഞിട്ട് എംബാപ്പിന്റെ ഒരു വീക്ക് ഫുട്ട് കൊണ്ടിട്ട് ഒരു ബാങ്ങർ ആണ് നമ്മൾ കാണുന്നത്. അതങ്ങനെ ഗോളായിട്ട് എംബാപ്പെ തന്റെ 59ാമത്തെ ഗോൾ സ്കോർ ചെയ്യാണ്. എംബാപ്പിന്റെ രണ്ടാമത്തെ ഗോൾ വരുന്നത് 53ാമത്തെ മിനിറ്റിലാണ്. ഇറാഖിന്റെ ഡിഫൻഡറും ഗോൾ കീപ്പറും കാണിച്ചൊരു മിസ്റ്റേക്ക് നിന്ന് ഡെമ്പലെ കൊടുത്തൊരു പാസിലാണ് എംബാപ്പെ ബ്രേസ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഡെമ്പലെ മൂന്നാമത്തെ ഗോൾ അടിച്ചുകൊണ്ട് ഫ്രാൻസിന്റെ വിന്ന് സീൽ ചെയ്യുകയാണ്. അപ്പോൾ കളിയിൽ ഉടനീളം ഇറാഖ് കാര്യമായിട്ട് ചാൻസുകളൊന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. കളിയിൽ മൊത്തത്തിൽ ഒറ്റ ബിഗ് ചാൻസ് മാത്രമാണ് ഇറാഖ് ക്രിയേറ്റ് ചെയ്യുന്നത്. 43% പൊസിഷൻ ഇറാഖിന്റെ കയ്യിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ വേണ്ടി ഇറാഖിന് പറ്റുന്നില്ല. അപ്പോൾ അടുത്ത മാച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ നോർവേ വേഴ്സസ് സെനഗലാണ്. 3-2 എന്ന് പറഞ്ഞ സ്കോർ ലൈനിൽ നോർവേ ആണ് കളി ജയിക്കുന്നത്. അപ്പോൾ ഈ കളിനെ പറ്റി പറയുകയാണെങ്കിൽ ഇസ്മായിൽ സാറും അതേപോലെ തന്നെ ഹാലൻഡും ബ്രേസ് സ്കോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നലത്തെ കളിയിൽ കൂലിബാലിന്റെ പെർഫോമൻസ് ഭയങ്കര ഷോക്കായിരുന്നു. 2 എറർ ലീഡിംഗ് ടു ഗോളാണ് കൂലിബാലിന്റെ ഭാഗത്ത് നിന്ന് കാണാൻ പറ്റിയത്. അപ്പോൾ ഇന്നലെ ഹാലൻഡ് ബ്രേസ് അടിച്ചോട് കൂടിയിട്ട് 52 കളികളിൽ നിന്ന് 59 ഗോളാണ് ഹാലൻഡ് സ്കോർ ചെയ്യുന്നത്. അപ്പോൾ ഹാലൻഡിന്റെ ഫസ്റ്റ് വേൾഡ് കപ്പാണിത്. അപ്പോൾ ഫസ്റ്റ് വേൾഡ് കപ്പ് തന്നെ ഫസ്റ്റ് 2 മാച്ചുകളിൽ നിന്ന് 4 ഗോൾ സ്കോർ ചെയ്യാനും അതേപോലെ തന്നെ 2 മാച്ചിൽ മാൻ ഓഫ് മാച്ച് ആവാനും ഹാലൻഡിന് പറ്റിയാണ്. അപ്പോൾ ഈ 2 മാച്ച് കഴിഞ്ഞപ്പോൾ ഫ്രാൻസിനും നോർവേക്കും 6 പോയിന്റ് വീതമാണുള്ളത്. സെനഗലിനും ഇറാഖിനും 0 പോയിന്റ് ആണ്. അപ്പോൾ അടുത്ത 27-ാം ഫ്രാൻസും അതേപോലെ നോർവേ തമ്മിലുള്ള മാച്ച് ഇരുന്ന് അന്ന് നമുക്ക് എംബാപ്പെ വേഴ്സസ് ഹാലൻഡ് കാണാൻ പറ്റും. അപ്പോൾ ഇന്റർനാഷണൽ ഗോൾസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എംബാപ്പെ 100 കളികളിൽ 60 ഗോൾ സ്കോർ ചെയ്തെങ്കിൽ ഹാലൻഡ് വെറും 52 കളികളിൽ നിന്നാണ് 59 ഗോൾ സ്കോർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കളി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് തൊട്ട് കമന്റ് ചെയ്യുക. അണ്ടിൽ നെക്സ്റ്റ് ടൈം, പീസ് ഔട്ട്.